കൃഷ്ണരാജ്, വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ ക്യാമ്പ് ഉള്ളത്. ഇന്നലെ പാലാ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട്, പാലാ നഗരത്തെ ആവേശോജ്വലമാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ ശക്തി പ്രകടനം നടന്നു. ഇപ്പോൾ നമുക്ക് കാണാം, പാലായുടെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം പുറത്തേക്ക് വരുന്നു. അടുത്തതായി NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇപ്പോൾ തഹസിൽദാരുടെ മുറിയിലേക്ക് കയറുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇനി നടക്കാൻ പോവുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. PC ജോർജും, പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ PC ജോർജും ഇവിടെ തന്നെയാണ്, പാലായിൽ തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുന്നത്. മഹാരാഷ്ട്ര മുൻ മന്ത്രി രഞ്ജിത്ത് പട്ടേൽ അദ്ദേഹത്തോടൊപ്പം ഷോൺ ജോർജിനൊപ്പം നാമനിർദ്ദേശ പത്രികാ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനൊക്കെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഷോൺ ജോർജിനോടൊപ്പം ഉണ്ട്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ ഇന്നലെ ശക്തി പ്രകടനമൊക്കെ നടത്തി, ബഹുജന റാലിയുമൊക്കെ നടത്തി. പ്രചാരണത്തിലൊക്കെ മറ്റ് രണ്ട് മുന്നണികളെക്കാൾ അല്പം മുൻപിൽ എന്ന് തന്നെ പറയാം, ഒരുപടി മുന്നിൽ തന്നെയാണ് പാലായിൽ NDAയുടെ പ്രചാരണ പരിപാടികൾ. നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പ് കാലയളവിന് മുൻപ് തന്നെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് NDA ക്യാമ്പ് പാലായിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വലിയ മുന്നേറ്റം പാലായിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, രാഷ്ട്രീയ കാലാവസ്ഥാ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി പാലായിൽ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവയ്ക്കുന്നത്. NDA ക്യാമ്പും ഇത്തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസ് രാഷ്ട്രീയ പാലായിൽ അപ്രസക്തമാവുകയും രണ്ട് മുന്നണികൾക്കുമെതിരെ ജനവിരുദ്ധ വികാരം LDFനും UDFനും എതിരെ ഉണ്ട്. അത് കൃത്യമായി തന്നെ ഇന്ത്യക്ക് അനുകൂലമാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് NDA ക്യാമ്പിനുള്ളത്. ഈ കാര്യം നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തലുകൾ നടത്തിയതാണ്. ഇപ്പോൾ ഷോൺ ജോർജ് പത്രികാ സമർപ്പണം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം പാലായിൽ തഹസിൽദാർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് പത്രിക സമർപ്പിക്കുന്നു. സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളത്. ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത്, പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ഇന്നലെ പ്രതികരിച്ചത് 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ പാല പിടിക്കും, NDA മാറ്റം കൊണ്ടുവരും. വികസന മുരടിപ്പുകൾ നിരവധിയായി നിലനിൽക്കുന്ന പാലായിൽ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ NDAക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജനവിരുദ്ധ വികാരം LDFൻ്റെ സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്കും ഒപ്പം UDFൻ്റെ സ്ഥാനാർത്ഥി മാണി സി കാപ്പനുമെതിരെ പാലായിൽ ഉണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ള വിലയിരുത്തലാണ് NDAക്ക് ഉള്ളത്. NDA സ്ഥാനാർത്ഥി അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തത്. 25,000 മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ പാല NDA സ്വന്തമാക്കും, പാലായിൽ നിന്നും NDAയുടെ പ്രതിനിധി ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ ഷോൺ ജോർജ് പ്രതികരണമായി ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ പാലായിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കി. ബഹുജന റാലിയടക്കം പ്രചരണ പരിപാടികളിൽ രണ്ട് മുന്നണികളെക്കാൾ, LDF UDF മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് പാലായിൽ NDA ക്യാമ്പ് ഉള്ളത് എന്ന് നിസ്സംശയം തന്നെ പറയാം. കേരള കോൺഗ്രസ് മാണി വിഭാഗം 4 പതിറ്റാണ്ടോളം കൈവെള്ളയിൽ സൂക്ഷിച്ച പാലാ നഗരസഭയുടെ ഭരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി കേരള കോൺഗ്രസിന് നഷ്ടമായതാണ്. മാത്രവുമല്ല, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വേരോട്ടമുണ്ടായിരുന്ന പാലായിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തിരിച്ചടി നേരിട്ടു. ഇതേ സമയം തന്നെ NDAക്ക് പാലായും പൂഞ്ഞാറും അടങ്ങുന്ന പല തദ്ദേശ മേഖലകളിലും വലിയ മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധ്യമാക്കാൻ കഴിഞ്ഞു. ഈരാറ്റുപേട്ട ഡിവിഷനിൽ 2 വാർഡുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ NDAക്ക് സാധിച്ചു. തലനാടടക്കമുള്ള പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം ഉറപ്പാക്കാൻ NDAക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് അപ്രസക്തമാക്കിക്കൊണ്ട് NDAയുടെ പുതിയ രാഷ്ട്രീയ മുന്നേറ്റം പാലായിലും പൂഞ്ഞാറും അടക്കമുള്ള കോട്ടയത്തെ മലയോര മേഖലകളിൽ സാധ്യമാകുന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി പുറത്തു വന്നത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റത്തിന് കാരണമാകും എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അത് പാലായുടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറും. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തലുകൾ നേരത്തെ തന്നെ നടത്തിയത്. ഒപ്പം തന്നെ NDA ക്യാമ്പും അത്തരത്തിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് പ്രകടമാക്കുന്നത്. കോട്ടയത്ത് വലിയ മുന്നേറ്റം NDAക്ക് സാധ്യമാക്കാൻ കഴിയും. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള നിയോജക മണ്ഡലമാണ് പാല എന്നുള്ള വിലയിരുത്തലാണ് NDA ക്യാമ്പിന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് എല്ലാം ഉള്ളത്. ആത്മവിശ്വാസം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് 25,000 മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള
എന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ തത്സമയ കാഴ്ച കാണാം. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി 100% ആത്മവിശ്വാസത്തോടുകൂടി പത്രിക സമർപ്പണം നൽകുകയാണ്. ഷോൺ ജോർജ് പത്രിക സമർപ്പിക്കുന്നു. വലതുവശത്ത് PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. വീണ, പറയൂ. സമയങ്ങൾക്ക് മുമ്പാണ് PK തിരുവനന്തപുരത്തെ വ്യവസായ കേന്ദ്രത്തിലെത്തിയത്. അപ്പോൾ വ്യവസായ കേന്ദ്രത്തിലെ മേധാവി മുൻപാകെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാശിയേറിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നിയോജക മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുണ്ട്. അദ്ദേഹവും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുവാൻ എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി കേരളത്തിൽ പ്രവർത്തകരടക്കം ഇരട്ടി ആവേശത്തിലാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മണ്ഡലത്തിൽ സജീവമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. വോട്ടർമാരെ നേരിട്ട് കാണുകയും അവരോട് വോട്ട് അഭ്യർത്ഥിക്കും. ഒപ്പം തന്നെ റോഡ് ഷോകൾ, ഗ്രഹസമ്പർക്കം അടക്കമുള്ള പരിപാടികളും സജീവമായി മണ്ഡലത്തിൽ നടക്കുകയാണ്. BJPക്ക് വലിയ തരത്തിൽ സ്വാധീനമുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് കാട്ടാക്കട മണ്ഡലം. കാട്ടാക്കടയിലെ ജനങ്ങൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധതയ്ക്കെതിരെയുള്ള വോട്ട് തന്നെയായിരിക്കും നൽകുക എന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് PK കൃഷ്ണദാസ് ജനൻ TVയോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയ കാര്യമാണ്. കാരണം നമ്മൾ ഓരോ മണ്ഡലങ്ങളും നിരീക്ഷിക്കുമ്പോൾ, തിരുവനന്തപുരം നഗരത്തിലെ ഓരോ മണ്ഡലങ്ങളും നിരീക്ഷിക്കുമ്പോൾ ഈ പല നിയോജക മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയരുന്ന ജനവിരുദ്ധ വികാരങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നെയായിരിക്കും കാട്ടാക്കടയിലെ ജനങ്ങളും വിധിയെഴുതുക എന്നുള്ളതാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായി തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം വളരെ